ഇനി ടാക്സ് ഗുരു നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. ഒരു മൂലധന ആസ്തി അഥവാ ക്യാപിറ്റൽ അസറ്റ് നാം വാങ്ങിയിട്ട് അത് വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലാഭത്തിനാണ് അല്ലെങ്കിൽ നഷ്ടത്തിനാണ് ക്യാപിറ്റൽ ഗെയിൻസ് അഥവാ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ആരാഞ്ഞുകൊണ്ട് ശ്രീ കണ്ണൻ ചെന്നൈയിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശം ആദ്യം നമുക്ക് പരിഗണിക്കാം. അദ്ദേഹം ഡിസംബർ 2007 23 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ഫ്ലാറ്റ് വാങ്ങുകയുണ്ടായി. അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജായിട്ട് 2 ലക്ഷം രൂപ വന്നു. അത് ഉടനെ തന്നെ അദ്ദേഹം വിൽക്കാൻ ആഗ്രഹിക്കുന്നു. 26 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ട് അദ്ദേഹം എത്ര രൂപ നൽകേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. കാരണം കുറഞ്ഞത് 36 മാസമെങ്കിലും കൈവശം വെച്ചതിന് ശേഷം വിറ്റാൽ മാത്രമേ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആകുകയുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ മറ്റു വരുമാനവുമായിട്ട് ചേർത്ത് സ്ലാബ് നിരക്കിൽ താങ്കൾ ഇതിന് നികുതി നൽകണം. ഈ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ 23 ലക്ഷം രൂപയ്ക്ക് താങ്കൾ വാങ്ങിയ ഫ്ലാറ്റിന് താങ്കൾ മുതൽ മുടക്കിയ സ്റ്റാമ്പ് ഡ്യൂട്ടി 2 ലക്ഷം രൂപയോടെ ചേർത്താൽ 25 ലക്ഷം രൂപയാണ് താങ്കളുടെ മുതൽ മുടക്ക്. ഇതും താങ്കൾക്ക് ലഭിക്കാൻ പോകുന്ന 26 ലക്ഷം രൂപയും തമ്മിലുള്ള വ്യത്യാസമാണ്. 1 ലക്ഷം രൂപ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് തന്നെയാണ്. ഈ തുക താങ്കൾക്ക് വേറെ ഒന്നുമില്ല എങ്കിൽ ഇന്ന് ലഭ്യമായ അടിസ്ഥാന ഒഴിവ് 1.5 ലക്ഷം രൂപയിൽ താഴെ ആയതിനാൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ വരുന്നില്ല. അഥവാ താങ്കൾക്ക് മറ്റു വരുമാനമുണ്ടെങ്കിൽ ഈ 1 ലക്ഷം രൂപ ഇവിടെ ചേർത്ത ശേഷം സ്ലാബ് നിരക്കിൽ തന്നെ കണക്കാക്കി നികുതി നൽകേണ്ടതായിട്ട് വരാം. അടുത്തതും ക്യാപിറ്റൽ ഗെയിൻസിനെ പറ്റി തന്നെയാണ് ചോദ്യം. ശ്രീ ബാബു അബുദാബിയിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് പൂർവിക സ്വത്തായി കിട്ടിയ വസ്തു 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും? അദ്ദേഹം ഈ വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിച്ച് നിലവിലുള്ള ഒരു ഭവന വായ്പ തിരിച്ചടവ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നികുതി ഇളവ് കിട്ടുമോ? വേറൊരു ലാൻഡ്, ഇത് വിറ്റ് കിട്ടിയ പണത്തിൻ്റെ ബാക്കിയുള്ള തുക കൊണ്ട് വേറൊരു സ്ഥലം വാങ്ങിയാൽ വേറെ എന്തെങ്കിലും നികുതി ഒഴിവ് ലഭിക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് നിലവിലുള്ള ഒരു ഹൗസിംഗ് ലോൺ ഭവന വായ്പ സെറ്റിൽ ചെയ്യുന്നത് കൊണ്ട് ആദായ നികുതി നിയമപ്രകാരം താങ്കൾക്ക് യാതൊരുവിധ പ്രത്യേക ആനുകൂല്യവും ലഭ്യമല്ല. അതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും ലിബറലായിട്ട് കണക്കാക്കിയാൽ തന്നെ താങ്കൾക്ക് മറ്റു വരുമാനമുണ്ടെങ്കിൽ ഈ ഹൗസിംഗ് ലോൺ റീപേ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള തുക വകുപ്പ് 80C ഭാഗമായിട്ട് പരിഗണിച്ച് 1 ലക്ഷം എന്നുള്ള പരിധിക്ക് വിധേയമായിട്ട് കിഴിവിന് അവകാശപ്പെടാം. ഇങ്ങനെയുള്ള 80